ശ്രീ കെ പി മോഹനൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സാമ്പത്തിക പ്രതിസന്ധി ഏറെ ഉണ്ടായിട്ടും ഭാവി കേരളത്തിന് വലിയ ഊർജം പകരുന്ന 2025 ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണക്കും സാർ. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി അധികാരത്തിൽ വരില്ല എന്ന്. സാർ, അത് അദ്ദേഹത്തിൻ്റെയും മുന്നണിയുടെയും താല്പര്യമാണ്. ഇവിടുത്തെ ജനകോടികളുടെ താല്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണമെന്നാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് സാർ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ധനകാര്യ വിനിയോഗത്തോട് ചേർത്ത് ഇത് പറഞ്ഞത്, നിക്ഷേപ താല്പര്യങ്ങളെ നിക്ഷേപങ്ങളായി മാറ്റുന്നതിനുള്ള അന്തരീക്ഷം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കണം. അതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ 2025 അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ സവിശേഷത. സാർ, ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ മുന്നേറ്റ പാതയൊരുക്കമാണ്. സാർ, ഞാൻ മുമ്പ് ഈ സഭയിൽ ഉന്നയിച്ചത് ആവർത്തിക്കുകയാണ് സാർ. കേരളത്തിന് അനുയോജ്യമായ പദ്ധതികളുമായി നിക്ഷേപ തൽപരർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് കാരണം സമയബന്ധിതമായ പ്രോജക്റ്റുകളും പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നില്ല സാർ. അങ്ങ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാർ. 5 കോടി രൂപ വരെയുള്ള റോഡുകൾ KS കമ്മിറ്റി അംഗീകാരം നൽകുമ്പോൾ 5 കോടിയിൽ കൂടുതലുള്ള തുകയ്ക്ക് ധനകാര്യ വകുപ്പിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും അനുമതിക്ക് വിടുകയാണ് സാർ. തത്വത്തിൽ പദ്ധതികൾക്ക് ആരംഭിക്കാനും പൂർത്തീകരിക്കാനും കാലതാമസം നേരിടുകയാണ്. ഇത്തരം പ്രവൃത്തികളുടെ മാനദണ്ഡങ്ങൾ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് സാർ. ഇത് നിക്ഷേപകരുടെ മാത്രം കാര്യമല്ല. ജനപ്രതിനിധികളായ ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന പദ്ധതികൾ പോലും നിസ്സാര കൊറി എഴുതി കാലതാമസം വരുത്തുന്നുണ്ട് സാർ. ഇത് അടിയന്തരമായി പരിഹരിക്കണം സാർ. കേന്ദ്ര സർക്കാരിൻ്റെ നീരാളിപ്പിടുത്തത്തിലും കേരളം അതിജീവിക്കുന്നത് സാധാരണക്കാരുടെ നികുതി പണത്തിൻ്റെ വർധനവിൽ കൂടിയുണ്ടായ ഒരു വരുമാനത്തിലൂടെയാണ്. അതിനെ സാങ്കേതികത്വത്തിൻ്റെ തലവറയിലിടാതെ നടപ്പിലാക്കിയാൽ കൂടുതൽ നിക്ഷേപകരെയും കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും സാർ. വൈകുന്നേരമാകുമ്പോൾ കുടുംബസമേതം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഔട്ട് ഈറ്റിംഗ് ടൂറിസവും കേരളത്തിലെ ആവാലവൃദ്ധം ജനങ്ങളെ ആകർഷിച്ചിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് നമ്മുടെ പൊതു ഇടങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് സാർ ലഭിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങൾ ഉദ്യാനങ്ങളും കൃഷിയിടങ്ങളും കളിസ്ഥലങ്ങളുമായി പരിവർത്തനം ചെയ്യണം സാർ. അതത് വകുപ്പുകൾക്ക് അനുവദിച്ച ബഡ്ജറ്റ് വീതം ഇതിനുകൂടി പ്രയോജനപ്പെടുത്തണം സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പാനൂരിൽ ജലവിഭവ വകുപ്പിൻ്റെ ഉടമസ്ഥതയിൽ പാനൂർ നഗരസഭാ പരിധിയിൽ 3 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന ഭൂമിയുണ്ട് സാർ. പ്രസ്തുത ഭൂമി ജലവകുപ്പിൻ്റെ ഉടമസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കായിക വകുപ്പിന് കൈമാറണമെന്ന ആവശ്യമാണ് സാർ. ജനങ്ങൾക്കൊക്കെ തന്നെയുള്ളത് അത് സ്വീകരിക്കണം സാർ. ചെറുകിട സംരംഭകരുടെ പ്രോത്സാഹനമാണ് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും ഏറെ ആശ്വാസം നൽകുന്നത്. ഇത് നമ്മുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുണ്ട് സാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വനിതാ ഘടക പദ്ധതിയിലും പ്രാദേശിക സാമ്പത്തിക വികസനത്തിലും സബ്സിഡി നൽകുന്നുണ്ട്. ഒരു വനിതാ ഗുണഭോക്താവിന് സംരംഭത്തിന് നൽകുന്ന സബ്സിഡി 30,000 രൂപയാണ്. ഇത് കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത്. കുറഞ്ഞത് 60,000 രൂപയെങ്കിലും സബ്സിഡി നൽകാൻ നടപടി സ്വീകരിക്കണം സാർ. വർദ്ധിച്ചു വരുന്ന ലഹരി, ലഹള, റാഗിംഗ് ഇവയെ പ്രതിരോധിക്കാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഉതകും വിധം ഈ സാമൂഹ്യ ആരോഗ്യക്രമം വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും യുവാക്കളിലും രൂപപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് സാർ. ഇതിനാവശ്യമായ പ്രചരണത്തിനും പ്രവർത്തനത്തിനുമുള്ള തുക വകയിരുത്തിക്കൊണ്ട് സഹായിക്കണം സാർ. സമൂഹത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും രോഗികൾക്കും മറ്റുമായുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക വകയിരുത്തിക്കൊണ്ട് സമയബന്ധിതമായി അവ വിതരണം ചെയ്യാനും നടപടികൾ സ്വീകരിക്കണം സാർ. അതുപോലെ തന്നെ തൊഴിലാളികളും സാധാരണക്കാരനും കൂടുതൽ ആശ്രയിക്കുന്നത് ജനകീയ ഹോട്ടലുകളെയും സുഭിക്ഷ ഹോട്ടലുകളെയുമാണ്. ഈ സർക്കാർ കൊണ്ടുവന്ന ആശ്വാസകരമായ പദ്ധതി തുടരുന്നതിന് ആവശ്യമായ തുക സഹായിച്ചുകൊണ്ട് അവരെ സഹായിക്കണം സാർ. സമീപ ദിവസങ്ങളിൽ ലഹരിക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് സാർ ഉണ്ടായിട്ടുള്ളത്. കുരുന്നുകളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്ന ലഹരി മിഠായികൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പിഴ നാമമാത്രമാണ് സാർ. ഭീമമായ പിഴ ഈടാക്കാനും സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്യാനും കടുത്ത ശിക്ഷകൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കാനും നടപടി സ്വീകരിക്കണം സാർ. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം പോലെ തന്നെ വർത്തമാന കാലഘട്ടത്തിൽ പ്രതിരോധവും ആശ്വാസവും നൽകേണ്ട മേഖലയാണ് വന്യജീവികളുടെ ആക്രമണം. സാർ, കൃഷിയിടങ്ങളിൽ കാട്ടാന, കാട്ടുപന്നി, മുള്ളൻപന്നി, മയിൽ,
കുരങ്ങ് തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് നമ്മുടെ കർഷകർ നിരാശയുടെ നാൾക്കവലകളിലാണ് സാർ. സാർ, കൃഷിയിടങ്ങൾ നശിക്കുന്നതോടെ ഒരു കർഷകന് തൻ്റെ ഒരു വർഷത്തെ സ്വപ്നങ്ങളും മോഹങ്ങളുമാണ് കരിഞ്ഞു നീങ്ങുന്നത്. നല്ല ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക ആശ്വാസവും കൃഷിക്കാർക്ക് നൽകണം. നിലവിലുള്ള മാനദണ്ഡപ്രകാരം നാമമാത്രമായ ആശ്വാസധന സഹായമാണ് സാർ വന്യജീവികൾ കൃഷി നശിപ്പിച്ചാൽ നൽകി വരുന്നത്. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഭരണാനുമതി കിട്ടിയ സ്ഥാപനമാണ് കൂത്തുപറമ്പിലെ ജെൻഡർ കോംപ്ലക്സ്. ഇതിൻ്റെ പ്രവർത്തനത്തിന് ഭാഗികമായ തുക മാത്രമാണ് സാർ അനുവദിച്ചിട്ടുള്ളത്. ഡിസൈൻ പ്രകാരമുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ മുഴുവൻ തുകയും അനുവദിച്ച് അത് നടപ്പിലാക്കണം സാർ. കേരളത്തിലെ പ്രധാനപ്പെട്ട കോംപ്ലക്സ് ആയിട്ടാണ് അതിനെ കാണുന്നത്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ, കൂത്തുപറമ്പ് ബയോ റിസോഴ്സ് കം അഗ്രോ സർവീസ് സെൻറ്റർ, കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാംകോ യങ് പവർ ടില്ലർ യൂണിറ്റ് ഇവയുടെയൊന്നും പ്രവർത്തനത്തിന് ആവശ്യമായ തുകയില്ലാത്തതുകൊണ്ട് അത് മന്ദഗതിയിലാണ് സാർ പോകുന്നത്. കൂടുതൽ ശക്തിപ്പെടുത്തണം സാർ. കാരണം പുതിയ തലമുറക്ക് ഇതൊക്കെ തന്നെ വളരെയധികം ആവശ്യമായ സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, റോഡ് നവീകരണത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടും പ്രത്യേക വികസന നിധിയും വെള്ളപ്പൊക്ക നിവാരണ ഫണ്ടും അനുവദിച്ചാൽ റോഡ് ടാറിംഗ് ആണ് നടക്കാറുള്ളത്. സാർ, റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചാൽ പഞ്ചായത്തുകൾക്ക് റോഡ് പരിശോധിച്ച് അതിൻ്റെ സുരക്ഷയ്ക്കും ഈട് നിലനിൽപ്പിനും ആവശ്യമായ ഡ്രെയിനേജ്, കൾവർട്ട്, സൈഡ് കോൺക്രീറ്റ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്തുന്നതിന് അനുമതി നൽകാൻ സാർ. അതിൻ്റെ നോംസിൽ മാറ്റം വരുത്തണം സാർ. വലിയ പ്രശ്നങ്ങളുണ്ട് സാർ. ഒരു റോഡിന് കൊടുത്താൽ ടാറിങ് മാത്രമേ ചെയ്യാവൂ. ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. അതിന് പകരം റോഡിന് നന്നായി കോൺക്രീറ്റ് ഇടാനോ അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് എന്നത് പഞ്ചായത്ത് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് വരണം. നമ്മൾ നൽകുന്നത് പഞ്ചായത്തിനാണ്. ആരാണോ ആവശ്യപ്പെട്ടത് അവർക്കാണ് നൽകുന്നത്. അത് പഞ്ചായത്ത് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. നോംസിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാണ് സാർ. സാർ, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് എൻ്റെ മണ്ഡലത്തിലൊക്കെ തന്നെ 4 രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ ജനകീയ സമിതികൾ ഉണ്ടായിട്ടുണ്ട്. ആ ജനകീയ സമിതികൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന രൂപത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള സമിതികൾ വിവിധ വകുപ്പുകൾക്കുണ്ടായാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇത്തരം വകുപ്പുകളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സാർ. സാർ, ഭാവി കേരളത്തിന് ഉതകുന്ന ഈ ബഡ്ജറ്റിൻ്റെ ധനവിനിയോഗം കാര്യക്ഷമമായ രീതിയിൽ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനവിനിയോഗ ബില്ലിനെ ആത്മാർത്ഥമായി പിന്തുണക്കുന്നു. താങ്ക് യു. സമയബന്ധിതമായി നിർത്തി. താങ്ക് യു.